ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് കുറേ പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെ പരിചയപ്പെടുത്താനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എരുമകളേനെ കഴുകലും വെള്ളം കൊടുക്കലായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇന്ന് മുന്നോട്ട് പോകാമല്ലേ. അപ്പോൾ ഇതാ എല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇനി ഉച്ചത്തെ വെള്ളം കൊടുക്കലാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തൊഴുത്തിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ തൊഴുത്ത് വൃത്തിയാക്കി ആകെ പുല്ലൊക്കെ ഇട്ടിട്ട് ആകെ വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് നല്ല നീറ്റാക്കി വൃത്തിയാക്കി നമ്മുടെ മക്കളെ ഇടണം അല്ലേ. എപ്പോഴും നമ്മുടെ വീട് പോലെ സൂക്ഷിക്കണം എന്നതാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. തൊഴുത്ത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണം. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ആവതുണ്ടെങ്കിൽ പോലെ ഞാനത് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തൊഴുത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും മിസ്സായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സുന്ദരി മണികളെയൊക്കെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് കേട്ടോ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് എൻ്റെ കാലിന് മുട്ടുകൊണ്ട് വയ്യാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നെ ഒരു പശുക്ക് ബാക്കിലോട്ട് കാലിട്ട് ചവിട്ടിയിട്ടേ ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ട് ഇരിക്കുകയായിരുന്നു. ഒരാഴ്ച റെസ്റ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവരൊക്കെയാണ് നമ്മുടെ പുതിയ പശുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വെള്ളം കുടിച്ച് നല്ല സുന്ദരി മണികളായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും 7 ലിറ്റർ പാലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല പശുക്കളാണ്. കുറച്ച് ക്ഷീണമുള്ള പശുക്കളാണ് കേട്ടോ. എങ്കിലും പാലൊക്കെ അത്യാവശ്യത്തിന് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നല്ല കുട്ടികളായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവരിനൊക്കെ കഴുകി നല്ല സുന്ദരി മണികളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരെ കഴുകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ എരുമകളിനൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിടും കേട്ടോ. എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കണം. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ. എരുമകളായാലും പശുക്കളായാലും എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കണം. അത് കാണാൻ തന്നെ ഭയങ്കര അഴകാണല്ലേ. വല്ലവരും തൊഴുത്തിലോട്ട് വന്നിട്ട് കയറാൻ മടിച്ചിട്ടിരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ്. എന്ത് ഭംഗിയാണ്, തൊട്ട് നോക്കാൻ തോന്നണം നമ്മുടെ പശുക്കളെ. അത്രയും വൃത്തിയാക്കി നമ്മൾ ഇടാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി മണികളെ കഴുകുന്നത് കേട്ടോ. എരുമകൾ അങ്ങനെയൊക്കെ ചവിട്ടോ കുത്തോ ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എരുമകളെ കഴുകാം. പക്ഷേ പശുക്കൾ അങ്ങനെയല്ല. എനിക്ക് അച്ഛനെ പശുക്കൾ അങ്ങോട്ട് വാഴണില്ല. എന്നെ എല്ലാ പശുക്കളും ചവിട്ടുകയാണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പശുക്കളേനായിട്ടുള്ള എനിക്ക് ഭയങ്കര പേടിയാണ് പശുക്കളേനെ. അത് ഒരു വട്ടം ഒരു പശു കുത്തിയതിൻ്റെയും ഇപ്പോൾ ഒരു പശു ബാഗിലോട്ട് കാലിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഒന്നും കൂടി പേടിയായതുപോലെ ഒരു ഫീൽ. പക്ഷെ ഞാൻ പശുക്കൾക്കായാലും എരുമകൾക്കായാലും വെള്ളം കൊടുത്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യോട്ടെ. എന്നാലും എനിക്ക് പശുക്കളിന് കുറച്ച് പേടി കൂടുതലാണ്. പക്ഷേ എരുമകളെ ഞാൻ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എരുമകളാണ് കേട്ടോ എൻ്റെ സുന്ദരി മണികൾ. പശുക്കളെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. പക്ഷേ ഒന്നും കൂടി കൂടുതൽ ഇഷ്ടം നമുക്ക് എരുമകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തനായിട്ട് കുളിപ്പിച്ച് നല്ല സുന്ദരി മണികളായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് അടുത്ത ട്രിപ്പ് പുല്ലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സുന്ദരികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്ത് രസമാണ് അവരിനെയൊക്കെ കാണാനായിട്ട് അല്ലേ. എന്താ പറയുക, 7 അഴക് എന്നൊക്കെ പറയുന്നത് ഇതാണ് എന്ന് പറയാം. എനിക്ക് ഇവരെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് സുന്ദരികളായിട്ട് കഴുകി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്യൂട്ടി. നമ്മുടെ തൊഴുത്തിൽ വേറെ തൊഴുത്തിൽ പണിക്കാരൊന്നുമില്ല കേട്ടോ. നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പണിക്കാരൊന്നും നമ്മൾ നിർത്താറില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് പോലെ പണിക്കാർ ചെയ്യില്ല എന്നുള്ള ഒരു ഇത് എനിക്കുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പോലെ ആത്മാർത്ഥതയൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് പണിക്കാരനെ ഒന്നും നമ്മൾ നിർത്തുന്നില്ല കേട്ടോ. എത്ര പശുക്കളുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് ടൈമിങ്ങൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറേ പശുക്കളുണ്ടാകുമ്പോൾ കുറച്ച് പശുക്കളുണ്ടാകും നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒതുക്കിയിട്ട് നമ്മൾ തൊഴുത്തിലോട്ട് കയറാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പണി നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പണിയായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. എല്ലാ പണികളും നല്ല എളുപ്പമായിട്ട് നമുക്ക് തോന്നും. ഇന്ന് എനിക്ക് ക്യാമറ പിടിച്ച് തരാൻ ഒരാളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നത്. അല്ലാച്ച ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ക്യാമറ എടുക്കലും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരിക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് പിടിച്ചു തരാൻ ആളുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടികളെയൊക്കെ സുന്ദരി മണികളാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുകാലമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം കാറ്റുകാലത്ത് പശുക്കൾക്ക് കുളമ്പുകേട് എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം തന്നെ വേണമെങ്കിൽ കുളമ്പുകേടിനെ പറയാം കേട്ടോ.
അത്രയും വൃത്തികെട്ട അസുഖമാണ് കേട്ടോ കുളമ്പുകേട്. പശുക്കൾക്കൊക്കെ വരാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് കാലുമ ഉപ്പുവെള്ളമൊക്കെ ഒഴിക്കാനായിട്ട്, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാലുമൊക്കെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ കുളമ്പ് താഴ്ത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് കൂടിയിട്ട് നമ്മൾ നോക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ അത് തുടക്കത്തിൽ തന്നെ അറിയുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. വായന്ന് വെള്ളം വരുന്നുണ്ടോ, അല്ലെങ്കിൽ കാല് നിലത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, കാലിൻ്റെ ഇട പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ചില പശുക്കൾക്ക് നാവുമ്മലൊക്കെയാണ് കേട്ടോ വരിക. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ വെള്ളം എടുക്കാനായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അറിയുകയാണെങ്കിൽ നമ്മുടെ കാലും പറഞ്ഞിട്ടുള്ള സ്പ്രേയൊക്കെ ഇപ്പോൾ കിട്ടും, അതൊക്കെ എടുത്ത് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാവുമ്മലാണ് വരുന്നത് വെച്ചെങ്കിൽ ചള്ള് പപ്പക്കായ മഞ്ഞപ്പൊടി ഇതിട്ടിട്ട് അടിച്ചിട്ട് വാകയിൽ പരട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പനിയുടെ ഗുളിക കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അസുഖം തന്നെ വേണമെങ്കിൽ കുളമ്പുകേടിനെ നമുക്ക് പറയാം കേട്ടോ. കാരണം നമുക്ക് തൊഴുത്തേക്ക് കയറാൻ തന്നെ തോന്നാത്ത അവസ്ഥയായി മാറും കുളമ്പുകേട് വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്കും പേടിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ കുളമ്പുകേട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. കുളമ്പുകേട് വരാതെയും പുതുപശുക്കളെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കാലുമിലും കൈമിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതാ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. എരുമകൾക്കൊക്കെ പുല്ലിട്ട് കൊടുത്തു. ഇനി ഓരോ പശുക്കളെ കെട്ടുന്നതിനനുസരിച്ച് പുല്ലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം 2 തൊഴുത്തിലും പശു ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായാലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പശുക്കളെ കെട്ടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് പുല്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എൻ്റെ എല്ലാവിധ പണികളും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു പണിയായിട്ടേ ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ നല്ല ആസ്വദിച്ച്, അവർ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ല ആസ്വദിച്ചിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറ്. ആര് എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്ത് പണിയെടുത്താലും മറ്റുള്ളവരെ മോഷ്ടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന എന്ത് മുതലും നമ്മുടെ തന്നെയാണ് കേട്ടോ. അതിൽ നമുക്ക് അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് നടക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴുത്തും കന്നാലിയും ഒക്കെ. നമുക്ക് അവർ നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അവർ പാല് തരുന്നു. നമുക്ക് ഒരു ദിവസം പട്ടിണിയില്ലാതെ ജീവിക്കണമെങ്കിൽ അവർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പാല് ചുരത്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സുഖമായിട്ട് നമുക്ക് ജീവിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചു എന്താ കുട്ടികൾക്ക് ചെന പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ കേട്ടോ. പശുക്കുട്ടികൾക്ക് ചെന പിടിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെറുപ്പം മുതലേ ഒരു മീഡിയത്തിന് മാത്രം ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ ഫുഡ് കൊടുക്കാതിരിക്കുക. ഓവർ ഫുഡ് കൊടുക്കുമ്പോൾ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ചെന പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ.